ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏറെക്കുറെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ കൊടുക്കുന്നത്. ഇത് ഭയങ്കരമായ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഇന്ന്. ഞങ്ങളുടെ 7ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ അതാ രാവിലത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പച്ചൻ രാവിലെ മാല ഇട്ടു. നമ്മൾ നോൻപ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾ വിചാരിക്കും ഞാനിങ്ങനെ പറയുമ്പം ഇന്നലെയൊക്കെ നമ്മൾ വീഡിയോസിൽ ചിക്കൻ ആയാലും നോണിൻ്റെ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുന്നത്തെ വീഡിയോസ് ആയിരുന്നു കേട്ടോ. പെൻഡിങ് ഉള്ള കാരണം അങ്ങനെ പോസ്റ്റ് ചെയ്തതാണ്. നമ്മളിപ്പോൾ നോൻപ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ഇന്നിതേ നല്ലൊരു ദിവസമായിട്ട് ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ തുടങ്ങാം. രാവിലെ 5 മണിക്ക് നേരത്തെ എണീച്ച് നമ്മുടെ അടിച്ചുവാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ ദേ മാലിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അനിയന്മാർ മാല ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നേ ദിവസം തന്നെയായിരുന്നു കേട്ടോ. അച്ഛൻ എന്താ മാരിങ്കോവെന്നാണ് മാലിട്ടത്. ഏട്ടനിതേ പുട്ടും കടലക്കറിയൊക്കെ കഴിച്ച് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ സർപ്രൈസായിട്ട് ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കണതാണ് കേട്ടോ. ഏട്ടൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത്. സത്യം പറഞ്ഞത് സർപ്രൈസ് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെയായിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ വൈകുന്നേരം പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ വാങ്ങിയതായിരുന്നു. പിന്നെ എനിക്ക് ഒരു ഡൗട്ട് തോന്നി, ഇനിയിപ്പോൾ അത് പാകമാവോ ഇഷ്ടമാവോ എന്നുള്ളതൊക്കെ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് വലിയ വിലയുടെ ഒന്നും അല്ലായിരുന്നു കേട്ടോ, ചെറിയൊരു വിലയുടെ തന്നെ ആയിരുന്നു. അതുകൊണ്ടായിരുന്നു 2 ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചു ഷർട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ആ 2 കൂടിയിട്ട് ഒരെണ്ണം വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇട്ടപ്പോൾ സെറ്റായിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. കുറച്ച് ഇറക്കം കുറവുണ്ടായിരുന്നു കേട്ടോ ഷർട്ടിന്. എനിക്കെന്തായാലും ഈ ഷർട്ട് ഭയങ്കര ഇഷ്ടമായിട്ട്. എനിക്ക് ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ള ഷർട്ട് അങ്ങനത്തെ ഒന്നും കൂടുതൽ താല്പര്യമില്ല. ഇങ്ങനത്തെ ചെക്കിനോടാണ് കേട്ടോ താല്പര്യമുള്ള. ഇതേപോലത്തെ ഷർട്ട് ഏട്ടന് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാൽ പോലും എനിക്ക് അവിടെ ഇഷ്ടമായത് ഈ ഒരു കളർ. 1000 എടുക്കില്ലല്ലോ. 2 ഷർട്ട് എടുത്തു. അങ്ങനെ ഇറക്കം കുറച്ച് കുറവുണ്ട് അല്ലേ. രസമുണ്ടെന്നാലും ഷർട്ട് സൂപ്പറായിണ്ടാ. ഞാനിന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചതാണ്. ഒന്നിച്ച് അമ്പലത്തേക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഏട്ടൻ വർക്കിന് പോവുകയാണ്. അപ്പോൾ ഞാൻ അമ്പലത്തേക്കാണ് കേട്ടോ പോകുന്നത്. എന്നതേ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ഇറക്കി. പിന്നെ അതാ ഞാൻ അതിൻ്റെ ഇടയിൽ തലേ ദിവസത്തെ ഷർട്ടും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന വീഡിയോ കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിതാ ഷൊർണൂർ വർണികയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു ഷർട്ടിൻ്റെ റേറ്റ് 250 രൂപയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറിയും കൂടി വാങ്ങാൻ പോവുകയാണ്. ആദ്യമൊക്കെ ഞാൻ പച്ചക്കറി വാങ്ങാമെന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ കിലോ 1/2 കിലോ ഒക്കെ വെച്ച് വാങ്ങുമായിരുന്നു. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും. സത്യം പറഞ്ഞാൽ അത് നന്നാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പിന്നെ കറക്റ്റ് അളവിന് ഉണ്ടാക്കാനും പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിലാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം അത് മാത്രമല്ല, അന്നൊക്കെ ഉണ്ടാക്കി നമുക്ക് പിറ്റേ ദിവസത്തേക്കും കൂടി വെക്കായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പറ്റില്ല, നമുക്ക് അന്ന് തന്നെ തീർക്കണ്ടേ, മാലയൊക്കെ ഇട്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തേക്കൊന്നും വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിയലിൻ്റെ കുറച്ച് കഷ്ണങ്ങളൊക്കെ വാങ്ങി. പിന്നെ പൗഡർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പൗഡർ വാങ്ങിച്ചു. പിന്നെ എൻ്റെ ചെരുപ്പ് പൊട്ടാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പൊട്ടും ഇന്ന് പൊട്ടും എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ചെരുപ്പ് വാങ്ങിച്ചു. അതിൻ്റെ കൂടെ തന്നെ സനുക്കുട്ടിക്ക് ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വാങ്ങിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. ഇട്ട് നോക്കിയപ്പോൾ സനുവിന് അത് ഭയങ്കര ടൈറ്റായിരുന്നു. എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ടൈറ്റ് ആണെങ്കിലും ലൂസ് ആണെങ്കിലും ഞാനത് കൊണ്ടുവരും. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് കൊടുത്ത് വിടുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം. എന്നിട്ട് അമ്മ ചെരുപ്പ് മാറ്റിയിട്ട് കൊണ്ടുവന്നു. ഞാൻ എപ്പോഴും വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ ഷർട്ട് തന്നെ കൊടുക്കാറുള്ളൂ. വാച്ച് കൊടുത്താലൊന്നും ചിലപ്പോൾ എനിക്ക് സെറ്റാവില്ല. അതുപോലെ ചെരുപ്പ് അളവ് കറക്റ്റ് ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഷർട്ട് കൊടുക്കുന്നത്. പിന്നെ എന്താ പറയുക, കുറേ നല്ല വിലയുടെ ഒന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ. എനിക്കായാലും അതെ ഏട്ടനായാലും കുട്ടികൾക്കായാലും നമ്മളിപ്പോൾ ഒരുപാട് വിലയുടെ എടുത്തിട്ട് 1-2 ദിവസം ഇട്ടിട്ട് കാര്യമില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടിട്ട് സെറ്റ് ആവണത് എപ്പോഴും കുറഞ്ഞ റേറ്റിൻ്റെ തന്നെ ആയിരിക്കും കേട്ടോ. ഞാനെപ്പോഴും നോക്കുക നമുക്ക് കംഫർട്ടബിൾ ആണോ, ഇടാൻ സ്യൂട്ടബിൾ ആണോ, നല്ല രസമുണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കുള്ളൂ.
അതിപ്പോൾ വില ഇപ്പോൾ നല്ല വലിയതിലേക്കൊന്നും സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് പോവാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഷർട്ട് എടുത്തിട്ടുള്ളത്. പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഷർട്ട് തന്നെയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ അതിലുപരി ഏട്ടന് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു. അതന്നെ എനിക്ക് സന്തോഷമായിട്ടോ. ഞാനെന്ന് വെച്ചാൽ എന്താ പറയുക, നല്ല റേറ്റ് കൂടിയതൊക്കെ എടുത്തിട്ട് 1-2 ദിവസം മാത്രമേ ഇടുള്ളൂ. അതിലും നല്ലത് ഇങ്ങനെ റേറ്റ് കുറവിൻ്റെ അടുത്ത് ഒരുപാട് ദിവസം ഇടുന്നതല്ലേ. ഏട്ടൻ്റെ കൂടെ ഞാനിത് അമ്പലത്തേക്ക് വരുന്നതിൻ്റെ ഇടയിൽ കടയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ടായിരുന്നു. പായസം വയ്ക്കാൻ സേമിയ വാങ്ങണോ അതോ പാലട വാങ്ങണോ എന്നുള്ള ഡൗട്ടിലായിരുന്നു. അങ്ങനെ പാലട മിക്സൊക്കെ വാങ്ങി അമ്പലത്തിലേക്കൊക്കെ പോയി വന്നു. ഞാൻ വന്നപ്പോഴേക്കും എന്തേ കുഞ്ഞാറ്റൊക്കെ നെയ്ച്ചിട്ടുണ്ടായിരുന്നു. സനുവിന് പനിയാണ് കേട്ടോ. 2 ദിവസമായി സ്കൂളിലേക്കൊക്കെ പോയിട്ട്. മിനിഞ്ഞാന്ന് രാത്രി പെട്ടെന്നുണ്ടായ പനിയായിരുന്നു. എന്നിട്ട് രാത്രി നമ്മളിവിടെ ചെറുതുരുത്തി നിംസ് ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയി. ഭയങ്കര ജലദോഷവും കഫക്കെട്ടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് സ്കൂളിലേക്കൊന്നും വിടാറില്ല. അപ്പോൾ സനു നെയ്ച്ചിട്ടില്ല കേട്ടോ. രാവിലത്തെ അങ്ങനെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് കുക്കിങ്ങിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ അത് ആദ്യം ഞാൻ അവിയൽ വെക്കാനാണ് കേട്ടോ നോക്കണത്. ഒരുപാട് കഷ്ണങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് ഇത്ര മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ. പയറൊക്കെ കുറച്ചേ ഉള്ളൂ. പയർ, ബീൻസ്, കായ, ചേന, മുരിങ്ങക്കായ, പിന്നെ ചേമ്പന്തണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൽ കൊത്താമര ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ വാങ്ങുമ്പോൾ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊത്താമര വേണ്ട, എന്തായാലും ഒരു ദിവസത്തേക്ക് മാത്രമേ പറ്റുള്ളൂ, പിറ്റേ ദിവസത്തേക്കൊന്നും എടുത്തു വയ്ക്കാൻ പറ്റില്ല. അപ്പം പിന്നെ ഒരുപാട് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം, പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തതും കൂടി അതിൽ കൂട്ടി എന്താ കാര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കൊത്താമര വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ അവിയൽ വയ്ക്കുമ്പോൾ എന്താ ഇഷ്ടമില്ലാത്തതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിഷ്ടമില്ലാത്തൊരു കൊത്താമരയാണ്. അതുപോലെ കയ്പ്പയ്ക്ക ഞാൻ ഇടാറില്ല കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ അവിയലിൽ കയ്പ്പയ്ക്ക ഇടുന്നത് കാണാറുണ്ട്. ഞാൻ എപ്പോഴും ഓമക്കായൊക്കെ ഇടാറുണ്ട്. അപ്രാവശ്യം പിന്നെ അധികം ക്വാണ്ടിറ്റി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മാത്രമാണ് കേട്ടോ നമ്മൾ വെക്കണത്. അതുപോലെ തന്നെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് നോക്കാനോ അതായത് എരിവുണ്ടോ ഉപ്പുണ്ടോ അങ്ങനെ ഒന്നും നോക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ സ്വാമിക്കുള്ളത് മാറ്റി വെച്ചിട്ട് വേണ്ടേ അങ്ങനെ ചെയ്യാൻ. ഇവിടെ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അച്ഛനുള്ളത് മാറ്റി വെച്ചിട്ടാണ് പിന്നെ നമുക്ക് ഇന്ന് എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം ഉണ്ടാക്കി അച്ഛനുള്ളത് മാറ്റി വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഉപ്പില്ലെങ്കിൽ ഉപ്പിടാറുള്ളതും ഒക്കെ നോക്കാറുള്ളത്. പാപ്പ ഇത് തരും. ഇതായോ ഇതായോ തായോ പാറു അമിച്ചതാ തായോ അവിടെ കിട്ടുക ഭയ്യ അമ്മയ്ക്കൊരു വന്ന പട്ടിയുടെ വീട് കൈ മുറിയട്ടെ കേട്ടോ. എനിക്ക് ഈ അവിയൽ വെക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റിൽ ഒന്നാണ് ഇപ്പോൾ ക്യാരറ്റ്. അതുപോലെ തന്നെ കായ, ചേന. പക്ഷേ ചേന അരിയാൻ ഇഷ്ടമല്ല എന്ന് മാത്രം, ബാക്കിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ അവിയലിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ കൊത്താമര. അതിന് കൊത്താമര വാങ്ങിയിട്ടുമില്ല. ഞാൻ പച്ചക്കറി കടയിൽ പോയിട്ട് വേണ്ടെന്ന് പറഞ്ഞൊരു സാധനമേ ഉള്ളൂ കൊത്താമര. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് അവിയലൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ പച്ചക്കറി വാങ്ങുമ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ വാങ്ങാറുള്ളത്. അതായത് ഇപ്പോൾ പയറായാലും 1 കിലോ, പിന്നെ അതുപോലെ ബീൻസ് ആയാലും 1 കിലോ. എന്നിട്ട് അതൊക്കെ അരിഞ്ഞ് കൂട്ടുമ്പോൾ ഒരു ബേസ് നിറച്ചുണ്ടാവും. സത്യം പറഞ്ഞാൽ അത്രയൊന്നും വേണ്ട. പിന്നെ എനിക്ക് മനസ്സിലായത് അത്രയൊന്നും വേണ്ട. ഇപ്പം പിന്നെ കുറച്ച് അളവിലാണ് വാങ്ങുള്ളൂ. അതായത് നമുക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടം, അത് പയർ, ബീൻസൊക്കെ ഞാൻ അത്യാവശ്യം കഴിക്കും. അങ്ങനത്തെ ഇതിലിപ്പോൾ ഒഴിവാക്കുന്നത് മുരിങ്ങക്കായ, അതുപോലെ കൊത്താമര, അതൊക്കെയാണ് ഇഷ്ടമില്ലാത്തത്. ബാക്കിയെല്ലാ കഷ്ണങ്ങളും കഴിക്കും. ഇപ്പം പിന്നെ അളവിനനുസരിച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് അറിയുന്നുണ്ട്. ക്യാരറ്റ് അങ്ങനെ വല്ലാണ്ടൊന്നും എടുക്കാറില്ല. 1-2 ക്യാരറ്റ് മാത്രമേ എടുക്കാറുള്ളൂ. പയറും ബീൻസാണ് എപ്പോഴും ഞാൻ കൂടുതൽ എടുക്കാറ്. അപ്പോൾ ഞാൻ കുറച്ച് കഷ്ണങ്ങൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ പാത്രത്തിൽ കാണാനതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൈ കണ്ടില്ലേ, ആകെ ഒരുമാതിരി പോലെ ആയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് കോറും ചെയ്തിട്ടുണ്ടായിരുന്നു. കായും ചേനയൊക്കെ നന്നാക്കിയിട്ട് കൈയുടെ തൊലിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇതാ കഷ്ണമൊക്കെ കഴുകാൻ വെച്ചിട്ട് അടുത്തത് ഞാൻ കാബേജ് ഉപ്പേരി ഉണ്ടാക്കാനാണ് കേട്ടോ നോക്കിയിട്ടുണ്ടാകുന്നത്. കുറച്ച് കാബേജ് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നത്. ആദ്യം കടുക് ഇട്ട് അതിലേക്ക് ഇതാ ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. ആർക്കും ഇവിടെ എരിവിൻ്റെ ആവശ്യമില്ല. കുഞ്ഞ് കാബേജ് വാങ്ങിച്ചതിൻ്റെ അതിൻ്റെ പകുതി മുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് തൈറോയിഡ് ആണെങ്കിലും കാബേജ് ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. വേറെ ആരും ഇവിടെ കഴിക്കില്ല സത്യം പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് കുറച്ച് പേരിന് മാത്രം ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു കാബേജ് ഉപ്പേരി. കേബേജ് ഉപ്പേരി ഇതാ പകുതി ആയപ്പോഴേക്കും കഷ്ണം വെന്തിട്ടുണ്ടായിരുന്നു. കഷ്ണം ഞാൻ അപ്പുറത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ വെന്തതിന് ശേഷം അതിലേക്ക് ഞാനിതാ മോരൊഴിച്ച് കൊടുത്തു. അത്യാവശ്യം നല്ല പുളിയുള്ള മോരാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് നമുക്കിപ്പോൾ ഒന്നും നോക്കാൻ പറ്റില്ലല്ലോ, പുളി ഉണ്ടോ അതോ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ കൈ ചൊറിയൽ തന്നെയായിരുന്നു ഫുള്ള്. ഈ ചേന നന്നാക്കിയതിന് ശേഷം ഫുള്ള് കൈ ചൊറിച്ചിൽ തന്നെയായിരുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചേന നന്നാക്കുമ്പോൾ കൈ ചൊറിഞ്ഞിട്ട് വയ്യാൻ. അപ്പോൾ അവിടെ ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞതാണ് ഈ ചേന നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് എപ്പോൾ വേവണം അപ്പോൾ നമ്മുടെ കൈയിൻ്റെ ചൊറിച്ചിൽ മാറും എന്നുള്ളത്. അത് പണ്ടത്തെ വിശ്വാസമാണ് തോന്നുന്നു. നിങ്ങൾക്ക് എങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള അറിവുണ്ടോ? അതായത് ചേന നന്നാക്കുമ്പോൾ നമ്മുടെ കൈ ചൊറിയുമല്ലോ, അപ്പോൾ ആ ചേന വേവണോട് കൂടിയിട്ട് ആ ചൊറിച്ചിൽ മാറുമെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ദേ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറൊക്കെ കുറച്ചാണ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും ചാറ് മാത്രമേ വേണ്ടൂ, കഷ്ണം വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചാണ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ സാമ്പാറിൽ ഞാൻ തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദാ സാമ്പാറായി, കാബേജ് ഉപ്പേരിയായി. പിന്നെ ദാ ലാസ്റ്റ് അമ്മ തേങ്ങ ചിരകി തരാൻ കുറച്ച് ലേറ്റായ കാരണം അവിയൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ കഷ്ണമൊക്കെ നല്ലപോലെ വെന്ത് മോരൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് എന്തായാലും തേങ്ങ അരച്ചൊഴിക്കാം അല്ലേ. ഞാനിതേ മിക്സിയിൽ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളക് എന്താ പറയുക അളവിനനുസരിച്ച് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറഞ്ഞാലും കൂടെ എഴുതിയെന്നൊരു പ്രാർത്ഥനയേ ഉള്ളൂ. നമുക്കിപ്പോൾ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇടും, അതുപോലെ എരിവില്ലെങ്കിൽ വേണമെങ്കിൽ ഒരു മുളക് ചേർത്ത് എന്തെങ്കിലും ചെയ്യാമല്ലോ. പക്ഷെ കൂടിയാലല്ലേ പ്രശ്നം. അങ്ങനെ ദേ എല്ലാ പണികളും കഴിഞ്ഞു. അപ്പോൾ ഇതാ അവസാനം ഈ അവിയലിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട അവിയൽ സെറ്റായി. അവിയലിൻ്റെ നല്ല മണം വരുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിലൊന്നാണ് കേട്ടോ ഈ അവിയലുണ്ടെങ്കിൽ ഒരു പാത്രം നിറച്ച് ചോറുണ്ണു. പിന്നെ അതിൻ്റെ കൂടെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലാസ്റ്റ് ദേ ഞങ്ങൾ പപ്പടമൊക്കെ കാച്ചി എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഒന്നും പറയാനൊന്നും ഇല്ല കേട്ടോ, ഞാനും അമ്മയും പിള്ളേരും മാത്രമേ ഉള്ളൂ. ഏട്ടനില്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇത്രയും ഉണ്ടാക്കിയിട്ട് കൂടെ ഇല്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വൈകുന്നേരം അത് അടിച്ച് പൊളിക്കും. വൈകുന്നേരം ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കണം. ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടിരുന്നവർ എന്തായാലും വിചാരിക്കും പായസം എവിടെയെന്ന്. പായസം വെച്ചിട്ടില്ല കേട്ടോ. പായസം വൈകുന്നേരം ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഏട്ടനൊക്കെ എന്തായാലും രാത്രിയല്ലേ വരുള്ളൂ, അച്ഛനും അതെ. അപ്പോൾ ആ ഒരു നേരത്തെ എല്ലാവർക്കും കൂടി കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. വയറൊക്കെ നിറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം മുറ്റത്തിരിക്കുമ്പോൾ അതേ മയിൽ കുഞ്ഞാറ്റ ദേ അതിനെ കണ്ടപ്പോൾ പിന്നാലെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മയിൽ ഓടിയിട്ടുണ്ടായിരുന്നത്. ആൺമയിലാണെന്ന് തോന്നുന്നു, 2 എണ്ണം ഉണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബായ്.